Good morning, dear students. It's me, Sajida Rajesh. അപ്പോൾ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് ആയിരുന്നു ഇന്നലെ പറഞ്ഞിരുന്നത്. ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങിനെ തന്നെ എംപ്ലോയി പ്ലാനിങ്, മാൻ പവർ പ്ലാനിങ് എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടും. എന്തായിരുന്നു ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് എന്നൊരു ഡെഫിനേഷനൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ പ്രോസസ് ഓഫ് എസ്റ്റിമേറ്റിംഗ് മാൻ പവർ റിക്വയർമെൻറ്റ് ഫോർ ആൻ ഓർഗനൈസേഷൻ. അത് എത്രമാത്രം മാൻ പവർ വേണം അല്ലെങ്കിൽ എംപ്ലോയീസ് ഒരു സ്ഥാപനത്തിലേക്ക് വേണം എന്നുള്ളതിൻ്റെ എണ്ണം എടുക്കലാണ് എന്തെന്ന് പറഞ്ഞാൽ മാൻ പവർ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ. ഒരു ഓർഗനൈസേഷനിലേക്ക് ആവശ്യമായിട്ടുള്ള എംപ്ലോയീസിൻ്റെ നമ്പർ ഓഫ് എംപ്ലോയീസ് റിക്വയർഡ് നമ്പർ ഓഫ് എംപ്ലോയീസ് എത്രയാണെന്ന് കണ്ടുപിടിക്കുക മാത്രമല്ല, അതിനുള്ള മാർഗം, ആ നമ്പർ ഓഫ് എംപ്ലോയീസിനെ കളക്ട് ചെയ്യാനുള്ള മാർഗം കൂടി ആണ് എന്തെന്ന് പറഞ്ഞാൽ ആ മൊത്തത്തിലുള്ള മാർഗം കൂടി കണ്ടുപിടിക്കുന്ന പ്രക്രിയയും കൂടി നമുക്ക് എന്തെന്ന് പറയാം, ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് എന്ന് പറയാം. അപ്പം ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങിൻ്റെ പ്രോസസ്സ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യുന്ന ഹ്യൂമൻ റിസോഴ്സ് പ്ലാനാണ്. HR മാനേജേഴ്സാണ് സാധാരണ ഹ്യൂമൻ റിസോഴ്സ് മാനേജേഴ്സാണ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് പ്രിപ്പയർ ചെയ്യുന്നത്. ഒരുപാട് സ്റ്റെപ്പിലൂടെ അല്ലെങ്കിൽ പ്രോസസ്സിലൂടെ കടന്നു പോയിട്ടാണ് ഒരു പ്ലാന് ആക്യുറേറ്റ് ആയിട്ട് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ ഹ്യൂമൻ റിസോഴ്സ് പ്രോസസ്സിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് പ്രിപ്പയറിങ് മാൻ പവർ ഇൻവെൻറ്ററി. ഇൻവെൻറ്ററി എന്ന് പറഞ്ഞാൽ സ്റ്റോക്കാണ് സാധാരണ നമുക്കറിയാം. അപ്പോൾ എത്രമാത്രം മാൻ പവർ അവിടെ ഉണ്ട്, എത്രമാത്രം എംപ്ലോയീസ് സ്ഥാപനത്തിൽ ഉണ്ടെന്നുള്ളതിൻ്റെ കണക്കെടുക്കലാണ് പ്രിപ്പയറിങ് മാൻ പവർ ഇൻവെൻറ്ററി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഈസ് എ ഡീറ്റെയിൽഡ് അനാലിസിസ് ഓഫ് ദി എക്സിസ്റ്റിംഗ് മാൻ പവർ ഇൻ ദ terms of number of employees, their capabilities, experience and skill. സ്ഥാപനത്തിനകത്ത് എത്രമാത്രം എംപ്ലോയീസ് ഇന്ന് നിലനിൽക്കുന്നുണ്ട്, സ്ഥാപനത്തിനകത്ത് എക്സിസ്റ്റിംഗ് ആയിട്ട് എത്ര എംപ്ലോയീസ് ഉണ്ട്, അവർക്ക് എന്തൊക്കെ ക്യാപ്പബിലിറ്റീസ് ഉണ്ട്, എത്രമാത്രം എക്സ്പീരിയൻസ് ഉണ്ട്, എത്രമാത്രം സ്കില്ലുണ്ട് എന്നുള്ളതിൻ്റെയൊക്കെ ഒരു ഡീറ്റെയിൽഡ് അനാലിസിസ് ആണ് എന്തെന്ന് പറഞ്ഞാൽ പ്രിപ്പയറിങ് മാൻ പവർ ഇൻവെൻറ്ററി എന്ന് പറഞ്ഞാൽ. പിന്നെ ദ നമ്പർ ഓഫ് ക്വാളിറ്റി ഓഫ് എംപ്ലോയീസ് അവൈലബിൾ ഇൻ ദ ഓർഗനൈസേഷൻ. എത്രമാത്രം ക്വാളിറ്റി ഉള്ള എംപ്ലോയീസ് ഒരു സ്ഥാപനത്തിനകത്ത് അവൈലബിൾ ആണ്, ഓർഗനൈസേഷനിൽ നിലനിൽക്കുന്ന എംപ്ലോയീസിൻ്റെ അതിൽ എത്രമാത്രം ക്വാളിറ്റി ഉള്ള എംപ്ലോയീസ് അവൈലബിൾ ആണെന്നുള്ള കണക്കാക്കലിനെയാണ് പ്രിപ്പയറിങ് മാൻ പവർ ഇൻവെൻറ്ററി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ HR പ്ലാനിങ്ങിൻ്റെ പ്രോസസ്സാണ് നമ്മൾ HR പ്ലാനിങ് ചെയ്യുമ്പോൾ അതിൻ്റെ പ്രോസസ്സ് അല്ലെങ്കിൽ സ്റ്റെപ്സ് ആണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഏറ്റവും ഫസ്റ്റ് നമ്മൾ കണക്കാക്കേണ്ടത് എത്രമാത്രം എക്സിസ്റ്റിംഗ് എംപ്ലോയീസ് സ്ഥാപനത്തിനകത്തുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ ഫോർകാസ്റ്റിംഗ് മാൻ പവർ റിക്വയർമെൻറ്റ്. അപ്പോൾ നമ്മൾ സ്ഥാപനത്തിൽ എത്രമാത്രം ഉണ്ടെന്ന് കണക്കാക്കി. ഇനി എന്താ വേണ്ടത്? ഫോർകാസ്റ്റിംഗ് മാൻ പവർ റിക്വയർമെൻറ്റ്. എത്രമാത്രം ഫ്യൂച്ചറിലേക്ക് നമുക്ക് എത്രമാത്രം എംപ്ലോയീസിനെ വേണം. മാൻ പവർ ഫോർകാസ്റ്റിംഗ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്സ് ഇൻ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്. ഇറ്റ് പോയിൻറ്റ്സ് ഔട്ട് ദാറ്റ് ഡിമാൻഡ് ഫോർ മാൻ പവർ ഇൻ ഫ്യൂച്ചറിലേക്ക് എത്രമാത്രം എംപ്ലോയീസിന് ആവശ്യമുണ്ടെന്നുള്ളത് എന്ത് ചെയ്യാണ്? ഫോർകാസ്റ്റ് ചെയ്യുക, മുൻകൂട്ടി കാണുന്ന പ്രോസസ്സാണ് എന്തെന്ന് പറഞ്ഞാൽ ഫോർകാസ്റ്റിംഗ് മാൻ പവർ റിക്വയർമെൻറ്റ്സ്. ഇറ്റ് മേക്സ് എ പ്രൊജക്ഷൻ ഓഫ് ടോട്ടൽ നമ്പർ ഓഫ് മാൻ പവർ ഇൻക്ലൂഡിങ് ഇസ് കോമ്പോസിഷൻ ലൈക്ക് മാനേജേഴ്സ്, സൂപ്പർവൈസേഴ്സ്, വർക്കേഴ്സ്, സപ്പോർട്ടിംഗ് സ്റ്റാഫ് എക്സെട്ര. ഫ്യൂച്ചറിലേക്ക് എത്രമാത്രം എംപ്ലോയീസ് വേണം, അത് ഏതൊക്കെ ടൈപ്പ് ഓഫ് എംപ്ലോയീസ്, മാനേജേഴ്സ് ആണോ, സൂപ്പർവൈസേഴ്സ് ആണോ, വർക്കേഴ്സ് ആണോ, സപ്പോർട്ടിംഗ് സ്റ്റാഫ് ആണോ, ഇവരൊക്കെ എത്രമാത്രം ഫ്യൂച്ചറിലേക്ക് വേണം എന്നുള്ളത് കണക്കാക്കുന്നതാണ് ഫോർകാസ്റ്റിംഗ് മാൻ പവർ റിക്വയർമെൻറ്റ്സ്. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പാണ് അനാലിസിസ് ഓഫ് സപ്ലൈ. അനാലിസിസ് ഓഫ് സപ്ലൈ എന്ന് പറഞ്ഞാൽ ആസ് ദ ഫേം എക്സ്പാൻഡ് ഇറ്റ്സ് ബിസിനസ് ഓർ ഡൈവേഴ്സിഫൈ ഇൻ ടു ന്യൂ ഏരിയ ഓഫ് ഓപ്പറേഷൻ ഇറ്റ് റിക്വയർസ് മോർ മാൻ പവർ ടു ക്യാരി ഔട്ട് ദ ടാസ്ക്. അതായത് ബിസിനസ് ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ, അത് ഡൈവേർട്ട് ചെയ്തിട്ട് വേറെ ഏതെങ്കിലും മേഖലയിലേക്ക് തിരിയുകയാണെങ്കിലും അല്ലെങ്കിൽ ഇതേ ബിസിനസ് തന്നെ എക്സ്പാൻഡ് ചെയ്തു പോവുകയാണെങ്കിലും ജോലി ചെയ്യാൻ എന്ത് വേണ്ടി വരും? കൂടുതൽ ആളുകൾ അല്ലെങ്കിൽ കൂടുതൽ എംപ്ലോയീസ് അല്ലെങ്കിൽ കൂടുതൽ മാൻ പവർ വേണ്ടി വരും. ദ എക്സിസ്റ്റിംഗ് മാൻ പവർ ഈസ് നോട്ട് സഫിഷ്യൻറ്റ് ടു ക്യാരി ഔട്ട് ഇൻക്രീസ്ഡ് വർക്ക് ലോഡ്. നിലനിൽക്കുന്ന എംപ്ലോയീസിനെ കൊണ്ട് സാധിക്കില്ല എന്ത് ചെയ്യാൻ, പണി ചെയ്ത് തീർക്കാൻ സാധിക്കില്ല. അപ്പോൾ എന്താണ്, നമുക്ക് പുതുതായിട്ട് എന്ത് വേണ്ടി വരും? ന്യൂ ബ്ലഡ് ആവശ്യമായിട്ട് വരും. HR ഡിപ്പാർട്ട്മെൻറ്റ് മസ്റ്റ് എക്സ്പ്ലോർ എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് സപ്ലൈ ഓഫ് മാൻ പവർ. അപ്പോൾ HR ഡിപ്പാർട്ട്മെൻറ്റ് എന്ത് ചെയ്യും? പുറമേ നിന്ന് ആളുകളിൽ നിന്ന് എന്ത് ചെയ്യും? മാൻ പവർ കളക്ട് ചെയ്യും. എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് സപ്ലൈ ഓഫ് മാൻ പവർ പുറത്തുനിന്ന് എംപ്ലോയീസിനെ എടുക്കും. ഇറ്റ് പ്രിപ്പയർസ് എ റിക്വയർമെൻറ്റ് ആൻഡ് സെലക്ഷൻ പ്ലാൻ ബേസ്ഡ് ഓൺ സച്ച് അനാലിസിസ് ഓഫ് സപ്ലൈ മാൻ പവർ. അതായത് അപ്പോൾ നമ്മൾ പുറമേ നിന്ന് ഏതൊക്കെ രീതിയിലാണ് നമുക്ക് കളക്ട് ചെയ്യാൻ സാധിക്കുക എന്നുള്ളതിൻ്റെ ഒരു അനാലിസിസാണ് നടത്തുന്നത്. അപ്പോൾ പുറത്തു നിന്ന് ആളുകളെ കളക്ട് ചെയ്യണമെങ്കിൽ ഏതൊക്കെ, അതായത് ചിലപ്പോൾ
നമുക്ക് എന്താണ് റിക്രൂട്ട്മെൻറ്റ് ഏജൻസികൾ ഉണ്ടാവും, അല്ലെങ്കിൽ ന്യൂസ് പേപ്പറിലൂടെ കൊടുക്കേണ്ടി വരും, ചിലപ്പോൾ വേറെ ഏതെങ്കിലും അഡ്വർടൈസ്മെൻറ്റ് രീതികളോ അല്ലെങ്കിൽ ഫ്രണ്ട്സ് റിലേറ്റീവ് അവരെന്നെ അറിയുന്ന ആളുകളിൽ നിന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, കളക്ട് ചെയ്യേണ്ടത്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള സപ്ലൈ ഏതൊക്കെ രീതിയിൽ നമുക്ക് എംപ്ലോയീസിന് അവൈലബിൾ ആണെന്നുള്ളതിൻ്റെ ഒരു അനാലിസിസ് ഓഫ് സപ്ലൈ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ പ്രിപ്പയറിംഗ് മാൻ പവർ ഇൻവെൻറ്ററി, രണ്ടാമത്തെ ഫോർകാസ്റ്റിംഗ് മാൻ പവർ റിക്വയർമെൻറ്റ്സ്, മൂന്നാമത്തെ അനാലിസിസ് ഓഫ് സപ്ലൈ. അപ്പോൾ 3 സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി 4th സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം, അനാലിസിസ് ഓഫ് മാൻ പവർ ഗ്യാപ്പ്. അടുത്തത് അനാലിസിസ് ഓഫ് മാൻ പവർ ഗ്യാപ്പാണ്. ദ HR ഇൻവെൻറ്ററി റിവീൽസ് ദ സപ്ലൈ ഓഫ് മാൻ പവർ വൈൽ മാൻ പവർ ഫോർകാസ്റ്റിംഗ് ഡിക്ലോസസ് ഡിമാൻഡ് സൈഡ്. HR ഇൻവെൻറ്ററി റിവീൽസ്, HR ഇൻവെൻറ്ററി നമ്മൾ കണക്കാക്കി കഴിഞ്ഞാൽ നമുക്ക് എത്രമാത്രം എംപ്ലോയീസിന് സ്ഥാപനത്തിനകത്ത് ഉണ്ടെന്നും, അതേപോലെ തന്നെ ഫോർകാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഫ്യൂച്ചറിലേക്ക് എത്ര വേണം. അപ്പോൾ നമ്മുടെ ഇൻവെൻറ്ററി ചെക്ക് ചെയ്തപ്പോൾ നമ്മളതിൽ എത്രമാത്രം സപ്ലൈ ഉണ്ട്, നമ്മുടെ കയ്യിൽ എത്രമാത്രം എംപ്ലോയീസ് ഉണ്ടെന്നും, ഫോർകാസ്റ്റ് ചെയ്തപ്പോൾ എന്താ സംഭവിച്ചത്, എത്രമാത്രം ഫ്യൂച്ചറിലേക്ക് വേണം, ഡിമാൻഡാണ്. അപ്പോൾ ഫ്യൂച്ചറിലേക്ക് എത്രമാത്രം വേണം എന്നുള്ളതാണ് നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ. ദസ് ദ HR ഡിപ്പാർട്ട്മെൻറ്റ് ക്യാൻ ഫൈൻഡ് ഔട്ട് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ ഫ്യൂച്ചർ സപ്ലൈ ആൻഡ് ഡിമാൻഡ് ഫോർ മാൻ പവർ. അപ്പോൾ നമുക്ക് മനസ്സിലായി എന്താണ്, ഫോർകാസ്റ്റ് ചെയ്തപ്പോൾ ഫ്യൂച്ചറിലേക്ക് എത്ര വേണമെന്ന് മനസ്സിലായി, ഇൻവെൻറ്ററി ചെക്ക് ചെയ്തപ്പോൾ നമ്മുടെ കയ്യിൽ എത്രമാത്രം ഉണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ സപ്ലൈയും ഡിമാൻഡും മനസ്സിലാക്കി കഴിഞ്ഞാൽ എത്രമാത്രം ഗ്യാപ്പ് ഉണ്ട്, എത്രമാത്രം ഡിഫറൻസ് ഉണ്ട് രണ്ടെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. The analysis of manpower gap reveals that number and quality of manpower recruited or surplus to be treated as redundant. Analysis of manpower gap provide a basis of HR plan of the organization. അപ്പം അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു മാൻ പവർ ഇൻവെൻറ്ററി നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ നമുക്ക് എത്രമാത്രം സപ്ലൈ ഉണ്ടെന്നും, പിന്നെ എന്താണ് നമ്മൾ ഫോർകാസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് എന്ത് സംഭവിച്ചു, എന്താ മനസ്സിലാക്കിയത്, എത്രമാത്രം ഡിമാൻഡ്, അതായത് ഫ്യൂച്ചറിലേക്ക് എത്രമാത്രം വേണം എന്നുള്ളതും മനസ്സിലായി. അപ്പോൾ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് റിവീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു അനാലിസിസ് കൊണ്ട് സാധിക്കും. സപ്ലൈ ഉണ്ടെങ്കിൽ നമുക്ക് the number of quality of manpower recruited or surplus to be treated as redundant. എത്രമാത്രം ക്വാളിറ്റി ഉള്ളത് നമ്മൾ റിക്രൂട്ട് ചെയ്യണം, പുറത്തുനിന്ന് എത്രമാത്രം എടുക്കണം, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ എക്സസ് ആണ്, സപ്ലൈ എക്സസ് ആണ്, നമ്മളെ കയ്യിലുള്ള എംപ്ലോയീസ് അധികമാണ്, അവരെ എങ്ങനെ ഒഴിവാക്കണം എന്നുള്ളതൊക്കെ നമുക്ക് അനാലിസിസ് ഓഫ് മാൻ പവർ എന്ന് പറയുന്ന ഗ്യാപ്പ് എന്ന് പറയുന്ന സ്റ്റെപ്പിലൂടെയാണ് സാധിക്കുക. നമ്മൾ ഓൾറെഡി ഇൻവെൻറ്ററി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ സപ്ലൈ നമ്മളിൽ എംപ്ലോയീസ് വളരെ അധികമാണെന്ന് വിചാരിക്കുക, ഫ്യൂച്ചറിലേക്ക് ഉള്ളതിനേക്കാൾ അധികമാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, അവരെന്നെ ട്രേഡ് യൂണിയനുകളുമായിട്ട് സംസാരിച്ചിട്ട് എന്ത് ചെയ്യേണ്ടി വരും, റിട്ടയർമെൻറ്റിന് പ്രേരിപ്പിക്കേണ്ടി വരും, അല്ലെങ്കിൽ നമ്മുടെ അടുത്ത ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടെങ്കിൽ അതിലേക്കൊക്കെ വ്യാപിപ്പിക്കേണ്ടി വരും. ഇനി നമ്മൾ ഫോർകാസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഫ്യൂച്ചറിലേക്ക് ഒരുപാട് ആളുകളെ വേണം എന്നാണ് കരുതുന്നെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ക്വാളിറ്റി എംപ്ലോയീസിനെ കളക്ട് ചെയ്യാനുള്ള മാർഗം കൂടി കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അതാണ് അനാലിസിസ് ഓഫ് മാൻ പവർ ഗ്യാപ്പ് എന്ന് പറയുന്നത്. ഇനി 6th പോയിൻ്റാണ് പ്രിപ്പറേഷൻ ഓഫ് ആക്ഷൻ പ്ലാൻ. എന്താണ് preparation of action plan? On the basis of analysis of manpower gap, the HR department can be prepare an action plan. അപ്പോൾ നമ്മൾ പറഞ്ഞു HR ഡിപ്പാർട്ട്മെൻറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ മാൻ പവർ ഗ്യാപ്പ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു എക്സസ് ആണെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും, അധികമാണെങ്കിൽ നമ്മൾ അവരെ പല മേഖലകളിൽ വിന്യസിക്കുകയും എന്നിട്ടും അധികം വരികയാണെങ്കിൽ ട്രേഡ് യൂണിയനുകളുമായി സംസാരിച്ചിട്ട് അവരെ ഒഴിവാക്കേണ്ടി വരും. ഇനി ഡെഫിസിറ്റ് ആണെന്ന് വിചാരിക്കുക, അതായത് നമുക്ക് ഫ്യൂച്ചറിലേക്ക് ആളുകളെ ആവശ്യമാണെന്ന് വിചാരിക്കുക, അപ്പോൾ അതിനനുസരിച്ചായിട്ടുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെ ഫില്ല് ചെയ്യും വേണ്ടി ഒരു ഫ്രഷ് റിക്രൂട്ട്മെൻറ്റ് നടത്തിയിട്ട് അതിലൂടെ ഫില്ല് ചെയ്യുകയും വേണം. അതാണ് പ്രിപ്പറേഷൻ ഓഫ് ആക്ഷൻ പ്ലാൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. On the basis of analysis of manpower gap, the HR department can prepare an action plan. This is a surplus of manpower as shown in the demand supply analysis. HR department may draw suitable plan from the deployment of this excess manpower. Employees may be transferred to other department or units. The HR department can also suggest retrenchment of excess manpower in consultation with the trade unions. If there is a deficit as per in the analysis, the shortage may be filled by fresh requirement and selection of the റിക്വയർഡ്. നമ്മൾ പറഞ്ഞു HR ഗ്യാപ്പ് മാൻ പവർ ഗ്യാപ്പിലൂടെ നമുക്കറിയാം എക്സസ് സപ്ലൈ ആണോ അല്ലെങ്കിൽ നമുക്ക് സ്റ്റാഫിന് ആവശ്യമാണോ എന്ന്. എക്സസ് ആണെന്ന് വിചാരിക്കുക, നമ്മൾ ഇൻവെൻറ്ററി ചെക്ക് ചെയ്തപ്പോൾ നമ്മുടെ സ്റ്റാഫ് അധികമാണെന്ന് കരുതുക, അങ്ങനെയാണെങ്കിൽ അവരെന്ത് ചെയ്യും,
എക്സസ് മാൻ പവറിന് എന്ത് ചെയ്യും, ട്രാൻസ്ഫേർഡ് ടു അതർ ഡിപ്പാർട്ട്മെൻറ്റ് ഓർ യൂണിറ്റ്സ്, മറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കോ യൂണിറ്റിലേക്കോ ഒക്കെ ട്രാൻസ്ഫർ ചെയ്യും. അത് കഴിഞ്ഞിട്ടോ ബാക്കി ഉണ്ടെങ്കിൽ റീഇൻട്രെജ്മെൻറ്റ് ഓഫ് എക്സസ് മാൻ പവർ ഇൻ കൺസലേഷൻ വിത്ത് ട്രേഡ് യൂണിയനുകളുമായിട്ട് അവരുടെ സഹകരണം ഇല്ലെങ്കിൽ നമുക്കൊന്നും സാധിക്കില്ല. ട്രേഡ് യൂണിയനുകളുമായി കൂടി ആലോചിച്ചിട്ട് അവരെ എന്ത് ചെയ്യും, ഒഴിവാക്കേണ്ട കാര്യമാണ് ഉദ്ദേശിക്കുന്നത്. ഇനി ഇഫ് ദർ ഈസ് എ ഡെഫിസിറ്റ് ആസ് ഫോർ അനാലിസിസ് നടത്തി കഴിഞ്ഞിട്ട് കുറവാണെന്ന് കരുതുക, എംപ്ലോയീസിൻ്റെ എണ്ണം കുറവാണെങ്കിലോ ദ ഷോർട്ടേജ് മേ ബി ഫിൽഡ് ബൈ ഫ്രഷ് റിക്രൂട്ട്മെൻറ്റ് സെലക്ഷൻ ഓഫ് ദി റിക്വയർഡ് മാൻ പവർ. അത് ഫ്രഷ് റിക്രൂട്ട്മെൻറ്റ് നടത്തിയിട്ട് ആവശ്യമുള്ള ആളുകളെ റിക്രൂട്ട് ചെയ്തെടുത്തിട്ട് സെലക്ട് ചെയ്തെടുക്കുകയാണ് പതിവ് പ്രിപ്പറേഷൻ ഓഫ് ആക്ഷൻ പ്ലാനിൽ. ഇനി അടുത്തത് മോണിറ്ററിങ് ആൻഡ് കൺട്രോളാണ് ലാസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞത്. ഇറ്റ് ഈസ് നെസസറി ടു മേക്ക് എ പീരിയോഡിക് ഇവാലുവേഷൻ ഓഫ് HR പ്ലാനിങ് ടു സീ ദാറ്റ് ദ പ്ലാൻസ് ആർ ആക്ച്വലി ഇംപ്ലിമെൻറ്റഡ്. നമ്മൾ HR പ്ലാനിങ് ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, അതിന് മോണിറ്റർ ചെയ്തുകൊണ്ടേയിരിക്കണം. പിന്നെ പീരിയോഡിക് ഇവാലുവേഷൻ നടത്തണം. എത്രമാത്രം നമ്മൾ HR പ്ലാൻ ചെയ്തു വെച്ചിട്ടുണ്ട്, പീരിയോഡിക് ഇവാലുവേഷൻ നടത്തുന്ന സമയത്ത് എത്ര ആളുകൾ റിട്ടയർ ആയി പോകാനുണ്ട്, എത്ര ആളുകളെ പുതുതായിട്ട് എടുക്കാനുണ്ട്, അങ്ങനെ പീരിയോഡിക് ഇവാലുവേഷൻ നടത്തണം. അങ്ങനെ എങ്കിൽ മാത്രമാണ് എന്തെന്നുള്ള പ്ലാൻ ആക്ച്വലി ഇംപ്ലിമെൻറ്റഡ് ആണോ എന്ന്, അതായത് പ്ലാന് നടപ്പിലാക്കിയിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇറ്റ് ഫെസിലിറ്റേറ്റ് ചെക്ക് ഫോർ എനി ഡെഫിഷ്യൻസി ദ പ്ലാൻ വാട്ട് റെമഡിയൽ മെഷേഴ്സ് ആർ ടു ബി ടേക്കൺ ഫോർ കറക്റ്റിംഗ് ദ സച്ച് ഡെഫിഷ്യൻസീസ്. അപ്പോൾ നമ്മൾ HR പ്ലാൻ അനുസരിച്ചിട്ട് ഡെഫിഷ്യൻസി വരികയാണെങ്കിൽ, എംപ്ലോയീസിൻ്റെ ഷോർട്ടേജ് വരികയാണെങ്കിൽ എന്ത് റെമഡിയൽ മെഷേഴ്സാണ് അവിടെ ഈ ഡെഫിഷ്യൻസി ഫില്ല് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത് ചെക്ക് ചെയ്യണം. ദ HR ഡിപ്പാർട്ട്മെൻറ്റ് ക്യാൻ മോഡിഫൈ ദ പ്ലാൻ ബേസ്ഡ് ഓൺ സച്ച് ഫീഡ്ബാക്ക് ആൻഡ് ഓൾസോ ഹെൽപ്പ് ടു പ്രിപ്പയർ ഫ്യൂച്ചർ HR പ്ലാൻസ്. HR ഡിപ്പാർട്ട്മെൻറ്റ് ഇങ്ങനെ മോഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇതേപോലെ തന്നെ ഫീഡ്ബാക്കുകളും നമ്മൾ പീരിയോഡിക് ഇവാലുവേഷൻ നടത്തിയാൽ മാത്രമാണ് ഫ്യൂച്ചർ HR പ്ലാൻസ് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഇത്രയാണ് ഹ്യൂമൻ റിസോഴ്സ് പ്രോസസ്സ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഒന്നുകൂടി പറയാം. ഒന്നാമത്തെ പ്രിപ്പയറിങ് മാൻ പവർ ഇൻവെൻറ്ററി. എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, എന്താണ്, എക്സിസ്റ്റിംഗ് എംപ്ലോയീസിൻ്റെ എത്ര നമ്പർ ഓഫ് എംപ്ലോയീസ് സ്ഥാപനത്തിലുണ്ട്, അവരുടെ ക്യാപ്പബിലിറ്റീസ് എന്തൊക്കെയാണ്, എക്സ്പീരിയൻസും സ്കില്ലും എത്രയാണെന്നുള്ളത് അളക്കുകയാണ്. എത്രമാത്രം ക്വാളിറ്റി ഉള്ള എംപ്ലോയീസ് ഓർഗനൈസേഷനിൽ അവൈലബിൾ ആണെന്ന് നോക്കുന്നതാണ് പ്രിപ്പയർ മാൻ പവർ ഇൻവെൻറ്ററി. എത്രമാത്രം ക്വാളിറ്റി ഉള്ള എംപ്ലോയീസ് സ്ഥാപനത്തിനകത്ത് ഉണ്ട് എന്ന് കണക്കാക്കലാണ് എന്തെന്ന് പറഞ്ഞാൽ മാൻ പവർ ഇൻവെൻറ്ററി എന്ന് പറഞ്ഞാൽ. പിന്നെയോ ഫോർകാസ്റ്റിംഗ് മാൻ പവർ റിക്വയർമെൻറ്റ്സ്. അപ്പോൾ ഓൾറെഡി ഉള്ളതിനെ നമ്മൾ പ്രിപ്പയറിംഗ് മാൻ പവർ ഇൻവെൻറ്ററി എന്ന് പറഞ്ഞു. ഇനി ഫ്യൂച്ചറിലേക്ക് എത്ര എംപ്ലോയീസ് വേണം എന്നുള്ളത് കണക്കാക്കുന്നതിനെയാണ് ഫോർകാസ്റ്റിംഗ് മാൻ പവർ റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത്. അടുത്തത് എന്താണ്, മൂന്നാമത്തെ സ്റ്റെപ്പ് അനാലിസിസ് ഓഫ് സപ്ലൈ ആണ്. അപ്പോൾ ഇൻവെൻറ്ററി കണക്കാക്കിയപ്പോൾ നമ്മുടെ സ്ഥാപനത്തിന് എത്ര എംപ്ലോയീസ് ഉണ്ട്, ദാറ്റ് മീൻസ് സപ്ലൈ എത്ര ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ഫോർകാസ്റ്റിംഗ് നടത്തിയപ്പോൾ നമുക്ക് ഫ്യൂച്ചറിലേക്ക് എത്ര എംപ്ലോയീസ് വേണം, ദാറ്റ് മീൻസ് ഡിമാൻഡ്. രണ്ടും അനലൈസ് ചെയ്യലാണ് മൂന്നാമത്തെ സ്റ്റെപ്പ്. ഈ നാലാമത്തെ അനാലിസിസ് ഓഫ് മാൻ പവർ ഗ്യാപ്പാണ്. എന്താണ് മാൻ പവർ ഗ്യാപ്പിൻ്റെ അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മാൻ പവർ ഗ്യാപ്പിൻ്റെ അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഡിമാൻഡും സപ്ലൈയും എത്രമാത്രം ബന്ധപ്പെട്ടിരിക്കുന്നു. എക്സസ് സപ്ലൈ ആണെങ്കിൽ ഈ എംപ്ലോയീസിന് എന്ത് ചെയ്യാം, കുറവാണെങ്കിൽ എംപ്ലോയീസിനെ എങ്ങനെ കൊണ്ടുവരാം എന്നുള്ളതാണ് അനാലിസിസ് ഓഫ് മാൻ പവർ ഗ്യാപ്പ്. ഇനി അടുത്തത് പ്രിപ്പറേഷൻ ഓഫ് ആക്ഷൻ പ്ലാൻ ആണ്. അപ്പോൾ ഇത് തയ്യാറാക്കലാണ് അനാലിസിസ് ഓഫ് മാൻ പവർ ഗ്യാപ്പ് വരെ. ഇനി അടുത്തത് എന്താണ്, പ്രിപ്പറേഷൻ ഓഫ് ആക്ഷൻ പ്ലാൻ ആണ്. അപ്പോൾ ഈ ഗ്യാപ്പ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സസ് ആണെങ്കിൽ അതിനെ എങ്ങനെ മറ്റുള്ള ഡിപ്പാർട്ട്മെൻറ്റിലേക്കും യൂണിറ്റിലേക്കും ഒക്കെ ട്രാൻസ്ഫർ ചെയ്യാം, അതിനേക്കാൾ അധികം വരികയാണെങ്കിൽ ട്രേഡ് യൂണിയനായിട്ട് സംസാരിച്ചിട്ട് എങ്ങനെ ഒഴിവാക്കാം. ഇനി ഡെഫിസിറ്റ് ആണെങ്കിലോ ഫ്രഷ് റിക്രൂട്ട്മെൻറ്റ് നടത്തിയിട്ട് എങ്ങനെ സ്ഥാപനത്തിലേക്ക് എംപ്ലോയീസിനെ എടുക്കാം എന്നതാണ് പ്രിപ്പറേഷൻ ഓഫ് ആക്ഷൻ പ്ലാൻ. പിന്നെ അടുത്തത് മോണിറ്ററിങ് ആൻഡ് കൺട്രോളിംഗ് ആണ്. എന്താണ് മോണിറ്ററിങ് ആൻഡ് കൺട്രോളിംഗ് എന്ന് പറഞ്ഞാൽ HR പ്ലാനിങ്ങിനനുസരിച്ച് പ്ലാൻ ചെയ്തതിനനുസരിച്ച് തന്നെയാണോ നമ്മുടെ ആക്ച്വൽ പ്രോസസ്സ് പോകുന്നതെന്നുള്ള ചെക്കിംഗ് ആണ് മോണിറ്ററിങ് ആൻഡ് കൺട്രോളിംഗ്. ഡെഫിസിറ്റ് സംഭവിക്കുകയാണെങ്കിൽ ഏത് മെത്തേഡിലൂടെ, ഏത് റെമഡിയൽ മെഷേഴ്സിലൂടെയാണ് അത് കറക്റ്റ് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഇവാലുവേഷനും കൂടിയാണ് മോണിറ്ററിങ് ആൻഡ് കൺട്രോളിങ്ങിൽ വരുന്നത്. ഓക്കെ, ക്ലിയർ. ഇനി അടുത്ത് നമുക്ക് പറയാനുള്ളത് ലിമിറ്റേഷൻസ് ഓഫ് HR പ്ലാനിങ് ആണ്. HR പ്ലാനിങ്ങിൻ്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ്? അതിൽ ഒന്നാമത്തെ ലിമിറ്റേഷൻ എന്ന് പറയുന്നത് മാൻ പവർ പ്ലാനിങ് ഇൻവോൾവ്സ് ഫോർകാസ്റ്റിംഗ് ഫ്യൂച്ചർ മാൻ പവർ റിക്വയർമെൻറ്റ്സ്. നമുക്കറിയാം മാൻ പവർ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ ഭാവിയിലേക്ക് എത്രമാത്രം മാൻ പവർ റിക്വയർമെൻറ്റ്സ് അല്ലെങ്കിൽ എംപ്ലോയീസ് റിക്വയർമെൻറ്റ്സ് ഉണ്ടാവും എന്നുള്ളത് കണക്കാക്കലാണ്. സിൻസ് ദ ഫ്യൂച്ചർ ഈസ് അൺസർട്ടൈൻ. ഫ്യൂച്ചർ എന്ന് പറയുന്നത് എന്താണ്,
അൺസർട്ടൈൻ ആണ്. ഇറ്റ് ഈസ് ഡിഫിക്കൾട്ട് ടു മേക്ക് ആക്യുറേറ്റ് ഫോർകാസ്റ്റ് ഓഫ് മാൻ പവർ റിക്വയർമെൻറ്റ്സ്. ഫ്യൂച്ചർ എന്ന് പറയുന്നത് അൺസർട്ടൈൻ ആയതുകൊണ്ട് എത്രമാത്രം ആക്യുറേറ്റ് ആണ് ഈ ഫോർകാസ്റ്റിംഗ് എന്ന് പറയാൻ സാധിക്കില്ല, ഇല്ലല്ലോ. ഇപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ഈ കൊറോണയുടെ കേസ് തന്നെ എടുത്ത് നോക്കുകയാണെങ്കിൽ എംപ്ലോയീസിനൊക്കെ കുറേ ജോലി നഷ്ടപ്പെടുകയാണ് ചെയ്തത് അല്ലേ. അപ്പോൾ സ്ഥാപനത്തിലേക്ക് അവർ മുന്നേ പ്ലാൻ ചെയ്ത് വെച്ചത് ഒരു 50 എംപ്ലോയീസിനെ വേണമെന്നുള്ള രീതിക്കാവും അവർ പ്ലാൻ ചെയ്ത് വെച്ചത്. ഇപ്പോൾ വർക്ക് ഫ്രം ഹോമൊക്കെ ആയതുകൊണ്ട് എന്താണ് ഒരുപാട് എംപ്ലോയീസിനെ എന്ത് ചെയ്യുക ചെയ്തത്, ഒഴിവാക്കുക ചെയ്തത്. അപ്പോൾ ലിമിറ്റേഷൻ എന്ന് പറയുന്നത് ഫോർകാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചർ മാൻ പവർ റിക്വയർമെൻറ്റ്സ് ആണ്. ഫ്യൂച്ചർ അൺസർട്ടൈൻ ആയതുകൊണ്ട് എന്താണ് അത് ഭയങ്കര ഡിഫിക്കൾട്ടാണെന്നുള്ളത് ഒന്നാമത്തെ ലിമിറ്റേഷൻ. ഇനി സെക്കൻഡ് ലിമിറ്റേഷൻ എന്ന് പറയുന്നത് മാൻ പവർ പ്ലാനിങ് മേ ബി റെസിസ്റ്റഡ് ബൈ എംപ്ലോയീസ്. മാൻ പവർ പ്ലാനിങ് എന്ന് പറയുന്നത് എന്താണ്, എംപ്ലോയീസ് എതിർക്കാം അതിനെതിരെ. എന്താ കാര്യം, ദേ ഫീൽ ദാറ്റ് ഇറ്റ് മേ ബ്രിങ് അൺനെസസറി കൺട്രോൾസ് ആൻഡ് റെഗുലേഷൻ ഇൻ ദർ വർക്കിംഗ്. ആവശ്യമില്ലാത്ത കൺട്രോളിങ്ങും നിയന്ത്രണങ്ങളൊക്കെ വർക്കിങ്ങിൽ വരുമെന്ന് വിചാരിച്ചിട്ട് എംപ്ലോയീസ് ഇതിന് എതിർക്കാം. മൂന്നാമത്തെ ലാക്ക് ഓഫ് സപ്പോർട്ട് ഫ്രം ടോപ്പ് മാനേജ്മെൻറ്റ്. ടോപ്പ് മാനേജ്മെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് സപ്പോർട്ട് കുറവ് കിട്ടുന്ന കേസാണ് പറയുന്നത് കേട്ടോ. ചില എല്ലാ സ്ഥാപനങ്ങളിലും അങ്ങനെ ആയിക്കൊള്ളുന്നില്ല, ലിമിറ്റേഷൻ പറയാൻ വേണ്ടി വരികയാണ്. അപ്പോൾ സപ്പോർട്ടില്ലാതെ ടോപ്പ് അതോറിറ്റീസിൻ്റെ സപ്പോർട്ടില്ലാതെ എന്ത് ചെയ്യാൻ പറ്റില്ല, മാൻ പവർ പ്ലാനിങ് ഒരിക്കലും പോസിബിൾ അല്ല. ലാക്ക് ഓഫ് സപ്പോർട്ട് ഫ്രം ടോപ്പ് മാനേജ്മെൻറ്റ്. നാലാമത്തെ ഇറ്റ് ഈസ് ഡിഫിക്കൾട്ട് ടു ഇൻറ്റഗ്രേറ്റ് HR പ്ലാനിങ് വിത്ത് അതർ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ്. ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ് എന്നാൽ പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ്, കൺട്രോളിംഗ് എന്ന് പറയുന്നതാണ് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ HR പ്ലാനിങ് അതിൽ ഇൻക്ലൂഡ് ചെയ്യിക്കുക എന്ന് പറയുന്നത് എന്താണ്, ഡിഫിക്കൾട്ടാണ്. ഇറ്റ് ഈസ് ഡിഫിക്കൾട്ട് ടു ഇൻറ്റഗ്രേറ്റ് HR പ്ലാനിങ് വിത്ത് അതർ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ്. HR പ്ലാനിങ് മറ്റു ഫങ്ഷനുമായിട്ട് ഇൻറ്റഗ്രേറ്റ് കൂട്ടിച്ചേർക്കൽ എന്താണ്, ബുദ്ധിമുട്ടുള്ളതാണ്. പിന്നെ ഫിഫ്ത്ത് വൺ ഈസ് ടൈം കൺസ്യൂമിങ് ആൻഡ് എക്സ്പെൻസീവ് പ്രോസസ്സാണ്. ടൈം കൺസ്യൂമിങ് പ്രോസസ്സാണ് HR പ്ലാനിങ് എന്ന് പറയുന്നത്. അതുമാത്രമല്ല വളരെയധികം ചിലവ് കൂടിയ പ്രോസസ്സും കൂടിയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് പറഞ്ഞത് HR പ്രോസസ്സും അതേപോലെ തന്നെ ലിമിറ്റേഷൻസ് ഓഫ് HR പ്ലാനിങ്, HR പ്ലാനിങ് പ്രോസസ്സ് ആൻഡ് ലിമിറ്റേഷൻസ് ഓഫ് HR പ്ലാനിങ് ആണ് പറഞ്ഞത്. അപ്പോൾ ക്ലാസ് നന്നായിട്ട് കേൾക്കുക, നോട്ട്സ് എഴുതിയെടുക്കുക, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.